അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ആമ്പൽ പറിച്ച് മാറ്റി നടുവാണ്. നമ്മുടെ ഒരു ബേസിനുണ്ട്, ചെറിയൊരു ബേസിൻ. അത് കഴിഞ്ഞ ദിവസം ഭായിമാരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിലേക്ക് മാറ്റി നടാന്നോർത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പഴയ ആമ്പൽക്കുളം. ആമ്പൽക്കുളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സിമെൻറ്റിൻ്റെ ഒരു ചട്ടിയാണ്. നമ്മൾ ഈ ചെടി നേഴ്സറിലേക്ക് കാണുന്ന പോലത്തെ അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ്. അതിനകത്താണ് നമ്മളിപ്പോൾ ആമ്പൽ നട്ടിരിക്കുന്നത്. ഒരു 2 ചെടിച്ചട്ടിക്കകത്ത് ആയിട്ടാണ് നട്ടേക്കുന്നത്. 2 കളറാണ്, ഒന്ന് നീലയുണ്ട് ഒന്ന് വെള്ളയുണ്ട്. അപ്പോൾ 2 ആമ്പലാണ് ഇതിൽ നമ്മൾ നട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ ചട്ടിയിലെ ആമ്പൽ ഒരുപാടങ്ങ് വളർന്നു. അപ്പോൾ അതിനെ ഒന്ന് പറിച്ച് മാറ്റി നടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പെരിയാറ്റിൽ പാടത്തുനിന്ന് കുറേ ചെളി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സാധാരണ കണ്ടത്തിലേക്ക് കാണുന്ന ചെളിയാണ് കൊണ്ടുവന്നേക്കണേ. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ നടുമ്പം സാധാ മണ്ണും മണലും ചാണകപ്പൊടിയൊക്കെ ഇട്ടാൽ തരണം. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആറ്റിപ്പോയി പാടത്തുനിന്ന് ചെളിയാണ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഒരു 3/4 ബക്കറ്റോളം ചെളി നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ഒന്ന് വേർതിരിച്ച് ക്ലീനാക്കിയാണ് വെച്ചേക്കുന്നത്. എന്നാലും കുറച്ച് ചപ്പും ചവറൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുറേശ്ശെ ചെളി നമ്മുടെ ബേസിനിലേക്ക് നിറയ്ക്കാമെന്നാണ്. അപ്പോൾ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കനത്തിൽ ചെളി നിറച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ടാണ് ആമ്പൽ നടാനിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരുമൊക്കെ ചെയ്യുന്ന പോലെ കൃത്യമായിട്ട് ചെയ്യുന്നൊരു രീതിയൊന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടേതായ രീതിക്ക് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം, ഒരുപാട് പേരിങ്ങനെ ആമ്പലും താമരയൊക്കെ വീട്ടിൽ നടന്ന് കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് പറ്റുന്ന പോലെ, നമുക്ക് സമയം കിട്ടുന്ന പോലെ ചെയ്യുന്നൊരു ചെറിയൊരു പരിപാടിയാണ്. അത്യാവശ്യം ചെളിയൊക്കെ നിറച്ച് ഫില്ല് ചെയ്ത് ഏറെക്കുറെ ആയിട്ടുണ്ട്. അപ്പോൾ 2-3 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ചെളിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ പഴയ കുളത്തിൽ നിന്ന് ആമ്പലിൻ്റെ തൈ ഇങ്ങനെ പറിച്ച് മാറ്റി നടാൻ ആണ് തുടങ്ങുന്നത്. ഏകദേശം ചെളിയൊക്കെ ഇട്ട് ഏറെക്കുറെ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള വേസ്റ്റായിട്ടുള്ള പുല്ലുകളും ചെറിയ ചെറിയ കമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ആമ്പൽ പറിച്ച് നടാനുള്ള ഇതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഴയ ആമ്പലക്കുളത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1-2 തൈ പറിച്ചാണ് പുതിയ ഈ ചെറിയ കുളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബേസിനിലേക്ക് നടാൻ പോകുന്നത്. നമ്മുടെ ആമ്പലക്കുളത്തിൽ ഗപ്പിമീൻ കുറേ കിടപ്പുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. കളറുള്ളതും കളറില്ലാത്തതും അല്ലാത്ത ചെറുതും വലുതുമായിട്ട് കുറേ ഗപ്പിമീനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അതിനകത്തോടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതേ ഒരു കളർ മീൻ അതിൽ പോകുന്നുണ്ട്. ഒന്നല്ല, കുറേ ഉണ്ട്. കളറുള്ള മീൻ ഒരുപാടുണ്ട്, കളറില്ലാത്തതും അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് കൊണ്ടിട്ടിരിക്കുന്ന മീനുകളാണ് ഇതെല്ലാം. ഗപ്പി മാത്രമേ ഉള്ളൂ, വേറെ മീനൊന്നുമില്ല. ഇനിയിപ്പം വേറെ മീനുകളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഗപ്പീനെ എല്ലാം പിടിച്ച് തിന്നുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആ പഴയ ആദ്യം വെച്ച ചട്ടിയിൽ നിന്ന് ആമ്പലിൻ്റെ തൈ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേ ഉണ്ട്, എല്ലാം കൂടെ മിക്സായിട്ട് നിൽക്കുവാണ്, ഇടകലർന്ന് പോയി. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഓരോന്ന് വേർതിരിച്ചെടുത്ത് എടുക്കുക എന്നുള്ള ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. എന്തായാലും ഒരു 1-2-3 തൈയൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് നിന്നിട്ടാണ് ഇത് പൂക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഒന്ന് പറിച്ച് മാറ്റി നടാമെന്ന് വിചാരിച്ചത്. ഒരെണ്ണം പറിച്ചെടുത്തു. ഇച്ചിരി പാടായിരുന്നു പറിക്കാൻ. അടുത്തും കൂടെ പറിക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്തൊരു തൈയും കൂടെ നമ്മളിപ്പോൾ തന്നെ പറിച്ചെടുക്കുന്നതായിരിക്കും. അങ്ങനെ 2-3 തൈയാണ് പറിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇലയെല്ലാം കൂടെ കൂടിക്കലർന്ന് നിൽക്കുന്നുണ്ട്, കിട്ടാൻ ചെറിയ പാടാണ്. അപ്പോൾ ഏറെക്കുറെ ഒരെണ്ണത്തിൻ്റെ ഒരു ചുവട് കണ്ടുപിടിച്ചു. അത് കുഴപ്പമില്ല, അത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട്, എന്നാലും പാടാണ്, എന്നാലും പറിച്ചെടുത്തു. അങ്ങനെ മൊത്തം 3 ആമ്പലത്തെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ബേസിനിലേക്ക് ഇത് 3 കൂടെ നടാൻ പോവാണ്. പഴയ ആമ്പലിനൊക്കെ സേഫായിട്ട് അതിലേക്ക് തന്നെ തിരിച്ചു വെച്ചു. വെള്ളമൊക്കെ ഇത്തിരി കലങ്ങിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഉടനെ തന്നെ തെളിഞ്ഞോളും.
അപ്പോൾ ഇത് ആദ്യത്തെ തൈ നമ്മൾ നടാൻ പോവാണ്. അതിൽ ഒരെണ്ണം നമ്മൾ സേഫായിട്ട് നട്ടു വെച്ചു. അങ്ങനെ രണ്ടാമത്തെ ആമ്പൽ നടാൻ പോവാണ്. വേരിന് ഭയങ്കര നീളമാണ്, എന്നാലും അതെല്ലാം കൂടെ ചുറ്റിക്കെട്ടി അതിൽ തന്നെ ഇറക്കി വെച്ചു. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ രണ്ടാമത്തെ ആമ്പൽ നമ്മൾ നട്ടു. അപ്പോൾ നമ്മൾ 1ഉം 2ഉം ആമ്പലുകൾ നട്ടു. ഇനി അടുത്ത ഒരെണ്ണം നടാൻ പോവാണ്. അങ്ങനെ 3 സൈഡിലായിട്ടാണ് നടുന്നത്. ഇപ്പോൾ 2 നട്ട് വെച്ചു. ഇനി അടുത്ത 3ാമത്തെയും കൂടെ നടാൻ പോവാണ്. അതോട് നട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏറെക്കൂടെ കഴിയുന്നതായിരിക്കും. എല്ലാത്തിനും വേരിന് ഭയങ്കര നീളമുള്ളതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് ചുറ്റി റെഡിയാക്കി വെച്ചിട്ട് വേണം ഈ മണ്ണിൽ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ വെക്കാൻ. ചെളി. അങ്ങനെ നമ്മൾ 3 ആമ്പലും നട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ 1-2 ആമ്പലിൻ്റെ തൈ ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ചിട്ട് ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ വെള്ളം നിറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ വെള്ളം ഇതിനകത്ത് നമ്മൾ എങ്ങനെ ഒഴിച്ചാലും കലങ്ങിപ്പോവും, കാരണം ആറ്റിലെ ചെളിയാണ്. അപ്പോൾ നൈസായിട്ടൊരു സൈഡിൽ കൂടെ ഇച്ചിരി അങ്ങ് ഒഴിക്കാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഒഴിച്ചാലും കലങ്ങും, കാരണം അതുപോലത്തെ ചെളിയാണ്. നമ്മൾ പാടത്ത് നിർത്തുന്നത് ചെളിയാണല്ലോ. അപ്പോൾ നേരെ ഡയറക്റ്റായിട്ട് സ്പീഡിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കലങ്ങിപ്പോവും, ചെളിയൊക്കെ ഇളകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ നമ്മൾ പതുക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടൊന്നും തന്നെ ആവില്ല. എന്തായാലും നമുക്കൊരു 2 ബക്കറ്റ് വെള്ളം ഒഴിക്കേണ്ടി വരും. ഇതൊരു ചെറിയ ബക്കറ്റിലാണ് നമ്മൾ എടുത്തേക്കണേ. പിന്നെ ബേസിനും അത്ര വലിപ്പമൊന്നുമില്ല, ചെറിയ ബേസിനാണ്. എന്നാലും നമ്മൾ പതുക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ബക്കറ്റ് വെള്ളം ഏറെക്കുറെ നമ്മൾ ഒഴിച്ച് തീർക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്ത എന്തായാലും ഒരു ബക്കറ്റ് വെള്ളം കൂടെ എടുക്കണം. വെള്ളം നമ്മൾ അത്ര ഒഴിച്ചിട്ടും ചെറുതായിട്ട് കലങ്ങുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെയാണ് പതുക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് 2ാമത്തെ ബക്കറ്റ് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ 2 ബക്കറ്റ് വെള്ളം ഒഴിച്ച് നിർത്താനാണ് പരിപാടി. കാരണം വെച്ചാൽ മഴയുള്ളതുകൊണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം പിന്നെ നിറയും. അതുകൊണ്ട് 2 ബക്കറ്റ് വെള്ളം ഒഴിച്ച് നിർത്തുകയാണ്. എന്തായാലും ഈ വെള്ളത്തിൻ്റെ കലക്കലൊക്കെ വന്ന് കഴിഞ്ഞ് ആമ്പൽ ഒരു ശകലമൊക്കെ വളർന്നു കഴിഞ്ഞ് നമുക്കിതിനകത്ത് ഗപ്പി മീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീനൊക്കെ പിടിച്ചിട്ടിട്ട് ഇതിൻ്റെ അവസാനം നമ്മളിതിൻ്റെ റിസൾട്ട് കാണിക്കുന്നതായിരിക്കും.